Hi friends, week 17 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെയും എന്റെ ഫ്രീ ലൈവ് സെഷൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ you are missing out. ലൈവ് സെഷൻ ജോയിൻ ചെയ്യാൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സൺഡേയും 11 AM to 11:40 AM സൂമിലൂടെയാണ് ലൈവ് സെഷൻ. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സെമി മോഡൽസ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വാട്ട് ആർ സെമി മോഡൽസ്? എന്താണ് സെമി മോഡൽസ്? ചില വേർബ്സ് മോഡൽ വേർബ്സ് ആയിട്ടും മെയിൻ വേർബ്സ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഈ രണ്ട് റോൾസും ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ ഡിഫക്റ്റീവ് അല്ലെങ്കിൽ സെമി മോഡൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, be able to, have to, don't have to, need to, dare to. വരൂ, നമുക്ക് നീഡ് എന്ന മോഡലിനെ കുറിച്ച് മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നീഡ് ഒരു പ്രിൻസിപ്പൽ വേർബ്, അറ്റ് ദ സെയിം ടൈം ഒരു ഡിഫക്റ്റീവ് അല്ലെങ്കിൽ സെമി മോഡൽ ആയിട്ട് നമ്മൾക്ക് സെന്റൻസസിൽ കാണാം. എക്സാമ്പിൾ, രവി നീഡഡ് എ ലോട്ട് ഓഫ് മണി ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഈ സെന്റൻസിൽ needed ഒരു മെയിൻ വേർബ് ആണ്. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. Ravi needn't borrow money from the bank to start the business. ഇവിടെ മെയിൻ വേർബ് borrow ആണ്. എന്നാൽ needn't ഒരു മോഡൽ ആണ്. need എന്ന വാക്കിന്റെ അർത്ഥം to stand in need of. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ need എന്നാണ് പറയുന്നത്. നീഡിന്റെ 3 ഫോംസ് നോക്കാം. need, needs, needed. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. Reena needs her help. He doesn't need your advice. Sanju's handwriting needs to be improved. She needed permission to take a leave. ഇവിടെയെല്ലാം നീഡ് ഒരു ആവശ്യം അല്ലെങ്കിൽ നെസസിറ്റി ആണ് കാണിക്കുന്നത്. നീഡിന്റെ നെഗറ്റീവ് ആൻഡ് ഇന്ററോഗേറ്റീവ് ഫോംസ് നമുക്ക് നോക്കാം. നീഡ് എന്തൊക്കെയാണ് നമ്മളെ സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. വീക്ക്നെസ് ബലഹീനത, നെസസിറ്റി അനിവാര്യത, ഒബ്ലിഗേഷൻ ബാധ്യത. അപ്പോൾ ഈ മൂഡ്സ് എല്ലാം നീഡ് എന്ന സെമി മോഡൽ നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്നു. നീഡിന്റെ നെഗറ്റീവ് ഫോം നോക്കാം. നീഡ് നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം നോക്കാം. നീഡ് പ്ലസ് നോട്ട് ഇസ് ഈക്വൽ ടു നീഡന്റ്. യു നീഡന്റ് വറി. യു നീഡന്റ് ഗോ ദേർ ടു സീ ഹർ. ഇപ്പോൾ ഒരു ഇൻട്രോ നെഗറ്റീവ് എക്സാമ്പിൾ നോക്കാം. നീഡന്റ് ഐ വെയിറ്റ് ഫോർ ഹിം. നീഡിന്റെ ഇന്ററോഗേറ്റീവ് ഫോം നോക്കാം. നീഡ് വി റൈറ്റ് ദിസ് ഡൗൺ. ഇതൊരു ക്ലോസ് ക്വസ്റ്റ്യൻ ഫോം ആണ്. നെഗറ്റീവ് യൂസ് നോക്കാം. You needn't take off your shoes. ഇനി used to എന്ന സെമി മോഡലിനെ മനസ്സിലാക്കാം. used to നമ്മുടെ പാസ്റ്റിലെ ഹാബിറ്റിനെ കുറിച്ചാണ് നമ്മളെ കൂടുതലും സൂചിപ്പിക്കുന്നത്. എക്സാമ്പിൾ, I used to go out for a walk. പക്ഷെ ഇപ്പോൾ ഞാൻ പോകാറില്ല. അതാണ് ഇതിന്റെ അർത്ഥം. But now I don't. In the olden days, people used to burn oil lamps when there was no electricity. I am used to hard life. He got used to heavy rain. Please behave yourself. I am not used to working in the rain. I am not used to working in the sun. നിങ്ങൾ ഇതുവരെയും എന്റെ വീഡിയോ കണ്ടതിനാൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായി. അതിനാൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വരൂ ഫ്രണ്ട്സ്, ഡെയർ എന്ന സെമി മോഡലിനെ പരിചയപ്പെടാം. ഡെയർ എന്ന സെമി മോഡൽ കറേജ് ആൻഡ് ചാലഞ്ചിനെ കാണിക്കാനാണ് സഹായിക്കുന്നത്. ധൈര്യം, വെല്ലുവിളി. Dare is used as both the principal or main verb and the defective or model verb. Dare നമ്മൾ പ്രിൻസിപ്പൽ verb ആയിട്ടും defective അല്ലെങ്കിൽ മോഡൽ ആയിട്ടും ഉപയോഗിക്കും. പ്രിൻസിപ്പൽ verb ആയിട്ട് അതിന്റെ 3 ഫോംസ് ഏതൊക്കെയാന്ന് നോക്കാം. dare, dares, dared. Example, I dare to say you are a liar. He dared to risk his life. She dares to go into the dark. ഒരു ഡിഫക്റ്റീവ് മോഡൽ എന്ന രീതിയിൽ ഡെയറിന്റെ നെഗറ്റീവ് ആൻഡ് ഇന്ററോഗേറ്റീവ് ഫോംസ് നോക്കാം. ഇവിടെയും ഡെയറിന്റെ 3 ഫോംസ് ഉണ്ട്. ഡെയർ, ഡസ്റ്റ്, ഡസ്റ്റ്. പ്രസന്റ് ഫോമിൽ നോക്കാം. He dare not say so. Past form, she durst not oppose me. Interrogative form നോക്കാം. How dare you enter the room? വരൂ, affirmative form നോക്കാം. He is a man who dares to fight for his rights. Present negative form നോക്കാം. She doesn't dare to ask for money. ഇവിടെ നെഗറ്റീവ് ഫോമില് ഡെയറിന് ശേഷം നമ്മൾ to ഉപയോഗിക്കുന്നത് ഓപ്ഷണൽ ആണ്. നമ്മൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. Interrogative form, do you dare to be honest with her? Do you dare be honest with her? രണ്ടും ശരിയാണ്. She doesn't dare to ask for money. She doesn't dare ask for money. രണ്ടും ശരിയാണ്. And now friends, it's time for the practice exercise.